അല്ല, അൻവർ സ്വതന്ത്രനല്ലേ? അൻവർ എന്ന് പറയുന്ന സ്വതന്ത്രനും ഞങ്ങളും ഒരുമിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇത്തവണ അദ്ദേഹം UDFിൻ്റെ കൂടെ കൂടി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരിശ്രമം എന്തായിരുന്നു? നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് ഉണ്ടാക്കാനാണ്. അപമാനകരമായൊരു പരാജയം ഞങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോട് നടത്തിയ വിപുലമായ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു സ്വാഭാവിക തെരഞ്ഞെടുപ്പല്ല. നിലമ്പൂരിൽ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പല്ല. നിലമ്പൂർ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ തെരഞ്ഞെടുപ്പാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷം കിട്ടി. ആ ഭൂരിപക്ഷം നിയമസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കാം, ഇതാണ് കേരളം എന്ന് പ്രഖ്യാപിക്കാം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്തൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് അത്. UDF ഗൂഢാലോചനയിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അങ്ങനെ വലിയൊരു ഭൂരിപക്ഷത്തിന് LDFനെ ഇവിടെ തോൽപ്പിക്കാം. കാരണം ഇതിനു മുമ്പ് ഈ സ്വതന്ത്രൻ ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത കാലത്ത് തുടർച്ചയായിട്ട് കോൺഗ്രസ് ജയിച്ചു വന്ന UDF ജയിച്ച മണ്ഡലമാണ്. നിങ്ങൾ തന്നെയല്ലേ, പത്രക്കാരല്ലേ എഴുതിയത് ഞങ്ങൾ മൂന്നാമത്തെ പാർട്ടിയാണത്. അപ്പോൾ അങ്ങനെ വന്നാൽ അതുണ്ടാക്കാവുന്ന ഭൂരിപക്ഷത്തിൻ്റെ അളവ് എത്ര? ആ അളവ് വെച്ച് ഇടതുപക്ഷത്തെ ആകെ അങ്ങടിച്ചിരുത്താം എന്നുള്ള നിലയിലാണ് തെരഞ്ഞെടുപ്പ് തയ്യാറാക്കിയത്. അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല UDFന് എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റിരിക്കല്ലേ, ഞങ്ങൾ തോറ്റിട്ടുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പിടിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട ഒരു നിയോജകമണ്ഡലത്തിൽ കഠിന പരിശ്രമം ഞങ്ങൾ നടത്തി എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ആ പരിശ്രമത്തിൽ എതിരാളിയെ തോൽപ്പിക്കുമ്പോഴാണല്ലോ അത് പൂർണ്ണതയാവുക. ആ പൂർണ്ണതയിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങൾ ആ നിലയിൽ ഇനിയും പരിശ്രമം തുടരേണ്ടതുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് എല്ലാത്തിൻ്റെയും അവസാനത്തെ വാക്കൊന്നുമില്ല. തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും. തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ നിലപാടുകളും രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് വിജയിക്കാനുള്ള പരിശ്രമം നടത്തും. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ബഹുജന പ്രക്ഷോഭങ്ങളും ആ നിലയിലുള്ള രാഷ്ട്രീയവും കൂടി കൈകാര്യം ചെയ്യുന്നവരാണ്. സ്വാഭാവികമായിട്ടും ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഞങ്ങൾ തുടരുകയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ അനുഭവങ്ങളെ സൂക്ഷ്മമായ ഒരു പരിശോധനയ്ക്ക് ഞങ്ങൾ വിധേയമാക്കുകയും ചെയ്യും. എല്ലാ വർഗീയതയും സംയോജിപ്പിച്ച് നേടിയ വിജയം എന്ന് പറയുമ്പോൾ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതികരിച്ചപ്പോഴൊന്നും അത്തരത്തിലൊരു ഉള്ളടക്കം ഉണ്ടായിരുന്നില്ല. 10,000-ൽ പരം ഭൂരിപക്ഷമാണ് നിലവിൽ BJPക്ക് കഴിഞ്ഞ 8,500-അടുത്തുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ ജനവിധി അംഗീകരിക്കാത്തതിന് തുല്യമാണെന്നാണ് വിമർശനം വരുന്നത്. സംയോജിപ്പിക്കുന്നു എന്നെല്ലാ തെരഞ്ഞെടുപ്പ് ഫലത്തിനും താങ്കൾ സ്ഥിരമായി അത് പറയുന്നു എന്നുള്ളതാണ്. ആ വിമർശനം നിങ്ങൾ പറഞ്ഞു, വേറെ ഞാൻ കേട്ടില്ല, ആദ്യമായിട്ട് കേൾക്കണേ. പിന്നെ വയനാട് റിസൾട്ടിന്റെ കാര്യത്തിൽ രാഹുലിനെതിരെ ആ സമയത്തും താങ്കൾ പറഞ്ഞത് വർഗീയ അത് ശരിയല്ലേ? അത് ശരി, അതിൽ അത് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കില്ല. അതിലെന്ത് സംശയം? അതിൽ സംശയമൊന്നുമില്ല. അത് സംശയരഹിതമായ വസ്തുത. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനിയും വീണ്ടും ഒന്നും പറയില്ലേ? സ്വാഭാവികം. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല, BJPയുടെ സ്ഥാനാർത്ഥിയല്ലേ പറഞ്ഞത് ഞങ്ങളുടെ വോട്ടുകൾ അങ്ങോട്ട് കൊടുത്തു. BJPയുടെ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ നമ്മുടെ മുന്നിൽ BJPക്ക് ഈ നിയോജകമണ്ഡലത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ നമ്മുടെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഇതിൻ്റെ നേരെ ഇരട്ടി വോട്ട് പോൾ ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴും 13,000-ലധികം വോട്ട് BJPക്ക് പോൾ ചെയ്യുന്നുണ്ട് ഇവിടെ. അതൊക്കെ BJPക്ക് തന്നെ ആൾക്കാർ വോട്ട് ചെയ്ത് തന്നെ. ഞാൻ ആ ഭാഗത്തേക്ക് പോകാതിരുന്നാണ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത് പറയേണ്ടി വരികയാണ്. ഈ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന് അങ്ങിൽ നിന്ന് ഇപ്പോൾ പാർട്ടിയിൽ നിന്നൊക്കെ വിട്ടുപോയ PV അൻവർ ഇപ്പോൾ ആവശ്യപ്പെട്ടു. PV അൻവർ പല ആവശ്യം ഉന്നയിക്കും. PV അൻവർ പല ആവശ്യം ഉന്നയിക്കുന്നുണ്ടാവും. അതിനൊക്കെ എന്താ വില? അതിനെന്ത് വിലയുള്ളത്? PV അൻവർ ജനങ്ങൾക്ക് നൽകിയൊരു വാഗ്ദാനം, ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്ന് 5 വർഷം MLA ആയിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞ ഒരാൾ വഴിയിൽ വെച്ച് UDFുമായിട്ട് ഗൂഢാലോചന നടത്തി പിന്നെ പുറത്തുപോയി ഈ LDFന് എതിരായിട്ട് വലിയ ജനവികാരമുണ്ട് എന്ന് സ്ഥാപിക്കാൻ അൻവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കും എന്നല്ലേ അൻവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം ഉണ്ടാകുന്നു. UDF തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ UDF 2 തവണ ഞങ്ങൾ സ്വതന്ത്രനെ വെച്ച് ജയിച്ചത്. ഇത്തവണ UDF ജയിച്ചിരിക്കുന്നു എന്നല്ലാതെ നിലമ്പൂർ CPMന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ, ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളും പറയുന്നില്ലല്ലോ. ഈ മറ്റൊന്ന്, ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മാർക്സുമായി ചേർന്നു എന്ന
പാർട്ടി സെക്രട്ടറിയുടെ പരാമർശം തെരഞ്ഞെടുപ്പിന് തലേന്നത് വലിയ ചർച്ചയാക്കുകയും അതെന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ LDF? അതൊക്കെ നിങ്ങളിപ്പോൾ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു. ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സ്വാഭാവികം തോൽക്കുമ്പോൾ പിന്നെ തോൽക്കാനിടയായ രാഷ്ട്രീയ കാര്യങ്ങളെ ഞങ്ങൾ ചർച്ച ചെയ്യും, അതും സ്വാഭാവികം. ബാക്കിയൊക്കെ പിന്നെ എല്ലാ പരാമർശങ്ങളെയും സംബന്ധിച്ചൊക്കെ അപ്പോൾ മാഷിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളതിൽ ഒരു ചർച്ച അഭിപ്രായം നടത്തേണ്ട കാര്യമില്ല, അഭിപ്രായം പറയേണ്ട കാര്യമില്ല. മാഷിനെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 2026 UDF വരാൻ വേണ്ടി പോകുന്നു, അതിന് തുടക്കമാണ് നിലമ്പൂർ എന്നാണ്. അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമോ? ഇത് പറഞ്ഞു ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രസ്താവനയ്ക്ക് പിന്നെ ഇവരുടെ പ്രസ്താവന ഏറ്റവും വലിയ സെക്കുലർ പ്രസംഗങ്ങളോടെ എത്തിയപ്പോൾ ജയിച്ച ഉടനെ ആദ്യം പറഞ്ഞത് എന്താ, ഇത് മതനിരപേക്ഷത്തിൻ്റെ വിജയമാണ്. ആരാ പറഞ്ഞത്? ആളെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ മതനിരപേക്ഷത്തിൻ്റെ വിജയമെന്ന് അവർ പറഞ്ഞ അപ്പം നമ്മൾ വിളിച്ചോളണം. എന്താണ് നേരെ വിപരീതാർത്ഥത്തിൽ. നിങ്ങൾ പിന്നെ നല്ല മാന്യന്മാരും പിന്നെ എപ്പോഴും ഋജുരേഖയിൽ ചിന്തിക്കുന്നവരായതുകൊണ്ട് നിങ്ങളങ്ങനെ ചിന്തിക്കില്ല. ഞാനങ്ങനെ ചിന്തിക്കും. ഞാൻ ചിന്തിക്കുമ്പോൾ ആ പ്രസ്താവന കേട്ട മനസ്സിലായി ആ വോട്ട് അതാണ്. ആ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു, അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ജയിച്ചു. അപ്പോൾ അവർ നേരെ തിരിച്ചാ പറയാം മതനിരപേക്ഷ മഹാവിജയം. ആരാ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ അസോസിയേറ്റ് മെമ്പറാക്കിയ ആൾക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.